കാമാക്ഷി, നിന്റെ മക്കളെല്ലാം ഉണ്ടോ നോക്ക്. മീനാക്ഷി, നിന്റെ കുട്ടികളെ നീ ശ്രദ്ധിച്ചോണം. അവിടെ ചെന്ന് ബഹളമൊന്നും വെക്കല്ലേ മക്കളെ. അയ്യോ, സാവിത്രി സമയായി. എന്താ ചേച്ചി? ഇന്നല്ലേ സാറും മാഡവുമായിട്ടുള്ള മനം പോലെ മംഗല്യം പരിപാടി. ഓ, ഞങ്ങളത് മറന്നു. അച്ഛാ, ഏട്ടനും എടുത്തുള്ള TV പ്രോഗ്രാം. ഏട്ടാ, മരം പോലെ മംഗല്യം പരിപാടി തുടങ്ങാൻ പോവാ. മോളെ ശകലമാർ. സുപ്രിയ ടിവിയുടെ മനം പോലെ മംഗല്യം എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പരസ്പര ധാരണ, സ്നേഹം, ഇഷ്ടാനിഷ്ടങ്ങൾ എന്നീ കാര്യങ്ങളിൽ ദമ്പതിമാർക്കുള്ള ഐക്യം പരീക്ഷിച്ചറിഞ്ഞ് ഏറ്റവും മനപ്പൊരുത്തമുള്ള ദമ്പതികളെ തിരഞ്ഞെടുക്കുന്ന പരിപാടിയാണിതെന്ന് എല്ലാ പ്രേക്ഷകർക്കും അറിയാമല്ലോ. ജീവിത പങ്കാളികൾ ഈ ഷോയിൽ അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. ഇന്നത്തെ മനം പോലെ മംഗല്യം പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ ദമ്പതികളെ നമുക്ക് പരിചയപ്പെടാം. ഇദ്ദേഹം കേരളത്തിലെ സമർത്ഥനായ പോലീസ് കമ്മീഷണറും ഗായകനും മികച്ച കലാകാരനുമായ മിസ്റ്റർ സഞ്ജീവൻ IPS. അദ്ദേഹത്തിന്റെ ഭാര്യ കേരള പോലീസ് ഡയറക്ടർ ജനറലിന്റെ മകൾ മിസസ് ഗീതു സഞ്ജീവ്. അടുത്തതായി മിസ്റ്റർ വേണുഗോപാൽ. ഇനി നമുക്ക് ഭാര്യമാർ തങ്ങളുടെ ഭർത്താക്കന്മാരെ എങ്ങനെ വിലയിരുത്തുന്നു എന്ന് നോക്കാം. ആദ്യം മിസ്റ്റർ സഞ്ജീവിനെ കുറിച്ച് ഗീതു സഞ്ജീവ്. ഞാൻ വളരെ ലക്കിയാണ് സഞ്ജീവിനെ പോലെ പെർഫെക്റ്റ് ആയ ഒരു ഹസ്ബൻഡിനെ കിട്ടിയതിൽ. പോലീസ് കമ്മീഷണർ ആവുമ്പോൾ വളരെ ടഫ് ആയിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ബട്ട് ഹീസ് വെരി സോഫ്റ്റ് ആൻഡ് ഫ്രണ്ട്ലി. വളരെ ക്ഷമയുള്ളവനാണ്. മൈ ഹസ്ബൻഡ് ഈസ് ഈക്വൽ ടു ഗോഡ്. അദ്ദേഹം പറയുന്നത് എന്തും ഞാൻ ഒബേ ചെയ്യും. അദ്ദേഹം ഡാം ഹെൽ, ഒരു ഫാമിലി ഷോ. ആരും കാണണ്ട. എല്ലാരും പൊയ്ക്കോ പൊയ്ക്കോ. വേണ്ട, എനിക്ക് കാണണ്ട. നിനക്ക് കാണണമെങ്കിൽ വേണ്ട, ഇവിടെ കാണാൻ വേറെ ആൾക്കാരുണ്ട്. എന്റെ ഹസ്ബൻഡ് പറയുന്നത് എന്തും ഞാൻ ഒബേ ചെയ്യുന്നു. നീ ഇപ്പൊ പറഞ്ഞല്ലേ ഉള്ളൂ. നീ എന്നെ കുറിച്ച് പറഞ്ഞത് ഇവരൊക്കെ കേക്കട്ടെ. പരസ്പര ധാരണ, അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഞങ്ങളുടെ ലൈഫിന്റെ സക്സസ്. ഞാൻ പറയുന്നത് സഞ്ജുവും സഞ്ജു പറയുന്നത് ഞാനും മനസ്സിലാക്കി പൂർണ്ണമായും സഹകരിക്കും. സഞ്ജുവിന്റെ വീട്ടിലെ അന്തരീക്ഷവുമായി എനിക്ക് പെട്ടെന്ന് തന്നെ ഇണങ്ങിച്ചേരാൻ. അടുത്തതായി ഭാര്യ ഒരു സിനിമയുടെ പേര് അഭിനയിച്ച് കാണിക്കുന്നു. ഭർത്താവ് അത് ഏത് സിനിമയാണെന്ന് പറയണം. ആദ്യം മിസസ് ജഗത വേണുഗോപാൽ. മണിച്ചിത്ര താഴ്. ഓ, റൗഡി. ദാദാ, ചട്ടമ്പി. കല്ല്. ആണി. ചട്ടമ്പി, കല്ല്, ആണി. ചട്ടമ്പി, ചട്ടമ്പി കല്യാണി. എനിക്ക് ആലോചിക്കേണ്ടി വന്നില്ലടേ. DGP വളർത്തിയ അൽസേഷൻ നായാന്ന് എനിക്ക് പറയാൻ തോന്നിയത്. TV കാണണ്ടെന്ന് പറഞ്ഞപ്പോ മര്യാദക്ക് അവിടെ ഇരുന്ന് കണ്ടോണം. എനിക്ക് TV ഓഫ് ചെയ്യണം. സഞ്ജു, I'll become mad. You come, shut up, you. Leave me. അതാണ് കേരളത്തിലെ ദാമ്പത്യ ബന്ധത്തിന്റെ പ്രത്യേകത. മനപ്പൊരുത്തമുള്ള അടുത്ത ദമ്പതികളെ നമുക്ക് പരിചയപ്പെടാം. പരസ്പരം മനസ്സിലാക്കാതിരിക്കലാണ് പലപ്പോഴും ദാമ്പത്യത്തിന്റെ ഏറ്റവും വലിയ കീഴാമുട്ടി. അയലത്ത് സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ വന്ന് താമസം ആരംഭിച്ചാൽ വെറും സംശയത്തിന് പേര് ഭാര്യ കിടപ്പ് മുന്നിട്ട് പൂട്ടിയിട്ട് ഓഫീസിൽ പോകുന്ന ഭർത്താക്കന്മാരുണ്ട്. ഈ പറഞ്ഞതൊന്നും നിങ്ങളെ ഉദ്ദേശിച്ചല്ല. എന്ത് പറ്റി സാർ? എന്റെ അടിയൊക്കെ അവള് തടഞ്ഞു കളഞ്ഞു. അവള് കറാട്ടെ ബ്ലാക്ക് ബെൽറ്റ്. മാഡം സാറിനിട്ട് ചാർത്തിയോ? സാർ, സത്യത്തിൽ അവിടെ എന്താണ് സംഭവിച്ചത്? അത് ഞാൻ എന്നോട് പറഞ്ഞില്ലേ? ഒന്ന് വ്യക്തമാക്കി തരൂ. ഇപ്പൊ മനസ്സിലായോ? ഇതാണ് സംഭവിച്ചത്. ഒരു മേലുദ്യോഗസ്ഥന്റെ പേഴ്സണൽ അഫയേഴ്സിൽ കീഴുദ്യോഗസ്ഥൻ ഇടപെടണ്ട. അണ്ടർസ്റ്റാൻഡ്? സാർ, ഈ കഥകൾ തുറക്കുന്നുണ്ടോ? തുറന്നില്ലെങ്കിൽ ഞാനിത് ചവിട്ടി പൊളിക്കും. ചവിട്ടി പൊളിച്ചാ നിന്റെ പല്ല് 32 ഞാൻ അടിച്ച് തെറിപ്പിക്കും. തുറക്കാനാ പറഞ്ഞത്? ഇല്ലടി, നീ ഇതിനകത്ത് കിടന്ന് ഇഞ്ചിഞ്ചായിട്ട് ചക്രശ്വാസം വലിച്ച് ഒടുങ്ങ്. ഞാൻ ഡാഡിയെ വിളിച്ചറിയിക്കും. നിന്റെ ഡാഡിയുടെ തല. അത്രക്കായോ? എന്നെ അടിച്ച് പൊളിക്കും ഞാൻ. എങ്കിൽ നിന്റെ കൈ ഞാൻ വെട്ടും. അങ്ങനെ ഇന്നത്തെ മത്സരങ്ങളെല്ലാം അവസാനിച്ചിരിക്കുകയാണ്.
സ്നേഹം, പരസ്പരധാരണ, ഐക്യം എന്നീ രംഗങ്ങളിൽ ഒന്നാം സ്ഥാനത്തെത്തിയത് മിസ്റ്റർ സഞ്ജീവൻ, മിസ്സസ് സഞ്ജീവൻ. അവർക്കുള്ള സുപ്രിയ ടിവിയുടെ ഉപഹാരം ഇപ്പോൾ നൽകുന്നു. അതല്ല, എന്റെ മോന്റെ കാര്യത്തിൽ സാർ എന്തെങ്കിലും ഒരു പോകുമ്പഴി ശരിയാക്കാവിടും. ആ എടോ, തന്റെ ശ്രീമതി എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അത് ചോദിക്കാനാ സാർ തന്നെ വിളിപ്പിച്ചത്. ആ ചൂട് ദാസപ്പനും എത്തിയിട്ടുണ്ട്. വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തോണം. ഓക്കെ. വാ. അയാളെ കാസർകോട്ടേക്ക് സ്ഥലം മാറ്റണം. ഗീതുമോള് വീട്ടിൽ വന്ന് കുറെ കാലം സ്വസ്ഥമായിട്ട് കഴിയട്ടെ, അല്ലെങ്കിൽ വിവാഹമോചനം. രണ്ടിലൊന്നിൽ നിന്ന് സൂര്യാസ്തമിക്കുന്നതിന് മുമ്പ്. ദാസപ്പനങ്കിൾ, ഛേ, എന്താ സഞ്ജീവ ഇത്? ഗുരുത്വമൊക്കെ മനസ്സിലിരുന്നാ പോരെ? ആ. അമ്മോനിരിക്കി ഇരിക്കടോ. ഓ എടോ, താൻ ഗീതുവിനെ വേപ്പമ്പട്ട കഷായം കുടിപ്പിച്ചെന്നോ? ഇങ്ങോട്ട് വിളിപ്പിച്ചപ്പോഴേ എനിക്ക് തോന്നി സംഗതി അൺഒഫീഷ്യലാണെന്ന്. ശരിയാണ് സാർ. ഒരു കുഞ്ഞുണ്ടാവുന്നതിന് മുമ്പ് സ്ത്രീകൾക്ക് രക്തശുദ്ധി വരുത്തുന്നത് നല്ലതാണെന്ന് എന്റെ ഒരു സുഹൃത്ത് ആയുർവേദ ഡോക്ടർ പറഞ്ഞു. അഷ്ടാംഗ ഹൃദയത്തിൽ അതിനെക്കുറിച്ച് പ്രത്യേകം പറയുന്നുണ്ട് അത്രേ. ശരിയാണ്, ഞാനത് വായിച്ചു തോർക്കുന്നു. അഷ്ടാംഗ ഹൃദയമാണോ ഐതിഹ്യമലയാണോ? അഷ്ടാംഗ ഹൃദയം തന്നെ അങ്കിൾ. ആ ഞാൻ പരാതി പറയുകയല്ല. സ്കൂളിലെന്തോ സ്കൂളിൽ ചെന്നപ്പോ എച്ചമ്മന് ഒരേ നിർബന്ധം, ഈശ്വര പ്രാർത്ഥന ഐശ്വര്യമുള്ള ഒരു നാവിൽ നിന്ന് തന്നെ വരണമെന്ന്. DGPയുടെ മോള് ഈശ്വര പ്രാർത്ഥന ചൊല്ലുന്നത് അവർക്ക് അഭിമാനം അത്രേ. പിന്നെ ഞാൻ എതിരെ നിന്നില്ല. അതിലെന്തെങ്കിലും തെറ്റ്? ഇല്ല ഇല്ല ഇല്ല. പക്ഷേ ഗീതു മൈക്കിന്റെ മുമ്പിൽ ചെന്ന് നിന്നപ്പോഴാണ് മലയാളം എഴുതാനും വായിക്കാൻ അറിയില്ല എന്ന് മനസ്സിലായത്. കൊച്ചുകുട്ടികളല്ലേ, അവരെന്തോ ശബ്ദം ഉണ്ടാക്കി. കൊച്ചുകുട്ടികൾക്ക് അതൊരു രസമാ. കൂ എന്നൊരു ശബ്ദമേ അവർക്ക് അറിയാവൂ. അല്ല, അളിയനെ കുറിച്ച് എന്തോ പറഞ്ഞപ്പോ നിന്റെ ഡാഡിയുടെ തല എന്നോ മറ്റോ സഞ്ജീവൻ. അയ്യോ, പറഞ്ഞു. നമ്മൾ ഈ മഹാന്മാരെ പുകഴ്ത്തി പറയുമ്പോ ഷേക്സ്പിയറുടെ തല, കാളിദാസന്റെ തല, ഐൻസ്റ്റീന്റെ തല എന്നൊക്കെ പറയാറില്ലേ? അതേപോലെ സാറിനെ കുറിച്ച് എന്തോ പറഞ്ഞു വന്നപ്പോ സാറിന്റെ ഒരു തല എന്ന് ഞാൻ പറഞ്ഞു. നേരാ, നാളെ ദാസപ്പനങ്കളുടെ കുറിച്ച് പറയുമ്പോഴും ഞാൻ പറയും ദാസപ്പനങ്കളുടെ തല. ഓ, ആ തല. അളിയൻ കരുതി മറ്റേ തലയെന്നല്ലേ? മിണ്ടായിടോ. പക്ഷേ അങ്കിൾ ഒരു കാര്യം എന്നെ വിളിച്ചു. എന്താ സഞ്ജീവൻ? ഗീതു കറാട്ടെ പഠിച്ചിട്ടുണ്ടല്ലേ? ആ, ബ്ലാക്ക് ബെൽറ്റാ. അയ്യോ, അതല്ലേ കുഴപ്പമായത്. അച്ഛനൊരു മർമ്മ വിദഗ്ധനാണ്, എന്നിട്ട് പോലും അവൾ അച്ഛനെ അടിച്ച് ചുരുട്ടിക്കളഞ്ഞു. ശിവ ശിവ, ഒന്നുമില്ലെങ്കിൽ പ്രായത്തെങ്കിലും മാനിക്കണ്ടേ? അവളുടെ മോന്ത കുറ്റിക്കൊണ്ടൊന്നും കൊടുക്കാമായിരുന്നില്ല നിനക്ക്? അങ്കിളിനെയും DGP അദ്ദേഹത്തെ ഓർത്തപ്പോ എനിക്കതിന് മനസ്സ് വന്നില്ല. ആ, കേട്ടില്ലേ സാർ? വാസ്തവസ്ഥിതി പുറത്തു വന്നപ്പോൾ വാദി പ്രതിയായത് കണ്ടോ? എനിക്ക് പോയിട്ട് അത്യാവശ്യം ഉണ്ടായിരുന്നു. എന്നാ ഞാനങ്ങോട്ട്. ആയിക്കോട്ടെ. എനിക്കെന്തോ എല്ലാം കൂടി കേട്ടപ്പോ വിഷമം തോന്നി. അതുകൊണ്ടാ സഞ്ജീവനെ വിളിപ്പിച്ചത്. എന്തായാലും സഞ്ജീവന്റെ അച്ഛനെ അവൾ ഉപദ്രവിച്ചെങ്കിൽ ഞാൻ മാപ്പി വയ്ക്കുന്നു. അയ്യോ, അതൊന്നും വേണ്ട അങ്കിൾ. ദാസപ്പനങ്ങളുടെയും തെറ്റിദ്ധാരണകളൊക്കെ മാറിക്കാണുമല്ലോ. അനുഗ്രഹം ഉണ്ടാവണം. എന്താ ഇത്? നീ എനിക്ക് പിറക്കാതെ പോയ മോനാണടാ. ഞാൻ പറഞ്ഞതൊക്കെ DGP ഞങ്ങൾ വിശ്വസിച്ചു കാണുമല്ലോ. ആ, വിശ്വസിച്ച മട്ടാ കാണുന്നേ. താൻ ആ പുളുന്ന ദാസപ്പനെ വരെ ഒതുക്കി കളഞ്ഞില്ലേ? എടോ, തന്റെ ഭാര്യയുടെ ചില രീതികളെ പറ്റി കേൾക്കുമ്പോ സരസകവി മൂലൂരിന്റെ രണ്ടുപേരെ കവിതകളായിരിക്കും ഓർമ്മ വരുന്നേ. ആണല്ല പെണ്ണല്ല, അടിപൊളി വേഷം. ഇത് മൂലൂർ എഴുതിയൊന്നും അല്ല സാർ. തനിക്ക് എങ്ങനെ അറിയാം? അടിപൊളി എന്നുള്ള വാക്ക് ഇപ്പോഴത്തെ ചെത്ത് പിള്ളേര് കൊണ്ടുവന്ന മൂലൂരിന്റെ കാലത്ത് അതൊന്നും ഉണ്ടായിരുന്നില്ല. സത്യത്തിലെ കവിത എഴുതിയത് ആരാണ് സാർ? താൻ ഇടുക്കുള്ള ഇട്ടൂപ്പ് എന്ന് കേട്ടിട്ടുണ്ടോ? അത് സാറല്ലേ? എന്നാ ഞാൻ എഴുതിയതാ. അതേടോ, മുമ്പ് ഞാൻ പാടിയിട്ടുള്ള സകല കവിതകളും എന്റെ വരികൾ തന്നെ. ആശാനെന്നോ കുട്ടമത്തോ എന്നൊക്കെ പറഞ്ഞാലല്ലേ താനൊക്കെ ശ്രദ്ധിക്കൂ. സാർ ആള് കൊള്ളാമല്ലോ. മഹാകവി ഇടുക്കുള്ള ഇട്ടു. ഞാൻ എന്ത് പറഞ്ഞിട്ട് മമ്മിയും ഡാഡിയും വിശ്വസിക്കുന്നില്ല. എന്റെ പക്ഷം പറയാൻ ഒരു അങ്കിൾ ഉണ്ടായിരുന്നു, ദാസപ്പൻ അങ്കിൾ. IPS ഒന്ന് കാല് തൊട്ട് തൊഴുതാ മതി, അങ്കിളും കാല് മാറും. കേട്ടിട്ട് തൊഴിൽ പൊളിയുന്നു. ഒരു പുരുഷന് ഇത്ര ചീപ്പാവാമോ? ആഫ്റ്റർ ഓൾ ഹീസ് എ കമ്മീഷണർ. പൂവർ ഗേൾ. ഞാൻ ഗീതുവിനെ കുറ്റം പറയൂ. നമ്മൾ സ്ത്രീകൾ ഇത്രയൊക്കെ പീഡനം സഹിച്ച് അടിമകളെ പോലെ കഴിയേണ്ട കാര്യമുണ്ടോ? പുരുഷന്മാർക്ക് എന്താ കൊമ്പുണ്ടോ? വൈ കാന്റ് യു ഫൈൽ എ സ്യൂട്ട്? അതൊന്നും വേണ്ട. ഗീതു കുറച്ചു ദിവസം ഗീതുവിന്റെ വീട്ടിൽ പോയി നിൽക്കൂ. അപ്പോഴേക്കും
സഞ്ജീവിന്റെ മൂടൊന്ന് മാറിക്കിട്ടും. അത് വേണ്ട, രണ്ടിലൊന്ന് അറിഞ്ഞേ ഞാൻ പോകൂ. ഒന്നുകിൽ അവിടെ കിടന്ന് ഞാൻ മരിക്കും, അല്ലെങ്കിൽ അയാളെ ഞാൻ തട്ടും. ആ കിഴവൻ തന്തയുടെ അവളുമാരുടെയും മുന്നിലിട്ട്. നോ 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 നോ, കുട്ടി ആരും കൊല്ലാനും ചാകാനും ഒന്നും പോകണ്ട. ഞങ്ങൾ അയാളോടും സംസാരിക്കട്ടെ. വലിയ തന്ത്രജ്ഞനാ. പലതും പറഞ്ഞ് മയക്കി അയാൾ തന്റെ ഭാഗം ന്യായീകരിക്കാൻ നോക്കും. ചിലപ്പോ കാലു പിടിച്ചെന്നും വരും. ഞങ്ങളങ്ങനെ കാല് പിടിച്ചാലൊന്നും വീഴില്ല. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. കുട്ടി ധൈര്യമായിട്ട് പൊക്കോളൂ. പോയിക്കോളൂ മോളെ. പ്രസിഡന്റെ, പല പുരുഷന്മാരെ ഇവിടെ വരുത്തി മുട്ടുകുത്തിച്ചിട്ടുള്ളവരാ നമ്മള്. ഒരു പോലീസ് കമ്മീഷണർ ആദ്യമായിട്ടാ. ഈ കേസ് പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ട് എടുക്കണം. ഗീതു എനിക്ക് വേണ്ടപ്പെട്ട കുട്ടിയാ. അതുകൊണ്ട് അവളെ ഫേവർ ചെയ്ത് തന്നെ സംസാരിക്കണം. നമുക്ക് അങ്ങോട്ട് പോകാം. കമ്മീഷണർ ഒരു ചൂടനാ, എന്നാലും ഒന്ന് വിരട്ടി നോക്കാം. നിങ്ങൾ ഗീതുവിനെ സ്റ്റേജിൽ കയറ്റി നിർത്തി കൂവിച്ചു എന്നത് ശരിയാണോ? പിന്നെ എന്തൊരു കൂവലായിരുന്നു. മാഡം ഒന്ന് കേൾക്കണമായിരുന്നു. നിങ്ങൾ ഗീതുവുമായി മൽപ്പിടുത്തം നടത്തിയെന്ന് സത്യമാണോ? അതും സത്യമാണ്. ഓ, അന്നത്തെ കരാട്ടെ കേസ്, ആ. അത് ഞാനും കണ്ടതാ. കോൺസ്റ്റബിൾ, കീപ് ക്വയറ്റ്. ആ, നിങ്ങൾ ഗീതുവിനെ വൈപ്പിൻ പറ്റ കഷായം കുടിപ്പിച്ചോ? വൈപ്പിൻ പറ്റ അല്ല മാഡം, വേപ്പിൻ പട്ട. ഈ കോൺസ്റ്റബിളിനെ പുറത്താക്കൂ. യെസ് സർ. കഷായം കുടിപ്പിച്ചു മാഡം. 12 കുപ്പി വാങ്ങി. 9 കുപ്പി വരെ കുടിപ്പിച്ചു. ബാക്കി 3 കുപ്പിയുണ്ട്. അത് വേണേ മാഡത്തിന് തന്നേക്കാം. പൈസ തരണ്ട. ഓഹോ, അപ്പൊ നിങ്ങൾ കുറ്റം സമ്മതിക്കുക മാത്രമല്ല, അതൊക്കെ ക്രെഡിറ്റായി ഭാവിക്കുകയും ചെയ്യുന്നു. ഇനി എന്ത് വേണമെന്ന് ഞങ്ങൾക്കറിയാം. മാഡം, ഒരു നിമിഷം ഒന്നിങ്ങ് വന്നേ. ഒരു സ്വകാര്യം പറയാനുണ്ട്. മാഡം വരണം. ആ, ഒരു കുടുംബ ജീവിതത്തിന്റെ വിജയത്തിന് അത്യാവശ്യം വേണ്ടത് എന്തൊക്കെയാ മാഡം? നിങ്ങൾ എന്താ പ്രതികളെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് പോലെ? ഞങ്ങൾ ആരാന്നറിയോ? ഞങ്ങൾ വിചാരിച്ചാൽ അറിയാം, നല്ലോണം അറിയാം. എങ്കിലും എന്റെ ചോദ്യത്തിനൊരു ഉത്തരം. കുടുംബജീവിതത്തിന്റെ വിജയത്തിന് വേണ്ടത് പരസ്പര സ്നേഹം, ഐക്യം, സഹവർത്തിത്വം, വിശ്വാസം. ഇത്രയും മതിയോ? ഇനി ഒന്നുകൂടെ ബാക്കിയില്ലേ? ഈ ജീവശാസ്ത്രപരമായിട്ടുള്ളൊരു അതെ അതെ, ആ, അത് തന്നെ. അത് വേണമല്ലോ. പിന്നെ തീർച്ചയായിട്ടും വേണമല്ലോ. വേണം. നിർബന്ധമായിട്ടും വേണമല്ലോ. സംശയം എന്താ? അതല്ലേ ദാമ്പത്യ ബന്ധത്തിന്റെ അടിസ്ഥാന ഘടകം. ഓ, എങ്കിൽ എന്റെ ജീവിതത്തിൽ കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ടേ ഐ, ഞാൻ ചെയ്യാൻ പറ്റും. അതേന്ന് ആ ലില്ലിക്കുട്ടി, മിസ്സസ് നായരെ, നമുക്ക് കേസ് വിടാം. എന്താ പ്രസിഡന്റ്? അയ്യേ, അയാളൊരു മാതിരി നാണോ മാനോ ഇല്ലാത്ത മനുഷ്യൻ. ഏ? ആ, അയ്യയ്യേ. അയ്യേ, എന്താ? ശ്ശോ. അയ്യേ, shame, shame. Come on. വേഗം വാ, വാ, വാ. വനിതാ വിമോചന മുന്നണിക്കാർക്ക് പരാതി കൊടുത്തിരിക്കുന്നു. പോലീസ് കമ്മീഷണറല്ലേ, ഒരു ഇഷ്യൂ ഉണ്ടാക്കി കരി തേച്ച് കാണിക്കാന്ന് വിചാരിച്ചു. പീഡനം പീഡനം ചീറ്റിപ്പോയി. എടി, അടക്കവും ഒതുക്കവും സംസ്കാരവും ഒക്കെ ഉള്ള സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ വനിതാ വിമോചന മുന്നണി. അല്ലാതെ നിന്നെ പോലെ ഭർത്താവിന്റെയും വീട്ടുകാരുടെയും മെക്കിട്ട് കയറുന്ന തന്റെ ഇടകളെയും താന്തോന്നികളെയും രക്ഷിക്കാനുള്ളതല്ല. ഞാൻ കാര്യം പറഞ്ഞപ്പോ അവർക്ക് മനസ്സിലായി, നിന്നെ പോലെ വിവരം കെട്ടവരല്ല അവര്. ഭാര്യയുടെ പീഡനമേറ്റ് കഴിയുന്ന എന്നെ പോലുള്ള ഭർത്താക്കന്മാരെ രക്ഷിക്കാൻ ഇവിടെ ഒരു മുന്നണി ഇല്ലാതായി പോയല്ലോ. ഒരെണ്ണം ഉണ്ടാക്കണം. പോണ പോക്ക് കണ്ടില്ലേ? എന്താ ഏട്ടാ ഇത്? ഇനിയെങ്കിലും ഏട്ടത്തി ഒന്ന് വെറുതെ വിട്ടൂടെ? വെറുതെ വിടാൻ അസുര വിത്ത. എല്ലാം ഒരു നിമിഷം കൊണ്ട് അടക്കാൻ ഒരു വഴിയുണ്ട്. പക്ഷേ അതല്പം കടന്ന കയ്യായി പോകും. എന്തായാലും നിങ്ങളുടെ ഈ പൊരുത്തക്കേടും വാശിയൊന്നും ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. പക്വതെത്താത്ത കുട്ടിയല്ലേ, ഞാൻ അവളൊന്ന് ഉപദേശിക്കാം. എന്തോ ഇനി അച്ഛന്റെ ഒരു ഉപദേശത്തിന്റെ കുറവും കൂടിയേ ഉള്ളൂ. അവള് പച്ചനെ വിളിക്കുന്ന എന്താണെന്നറിയോ? അഗ്ലി ഓൾഡ് മാൻ. അതിന്റെ അർത്ഥം റിട്ടയർഡ് HCക്ക് മനസ്സിലാവുമല്ലോ. ആ, അതൊക്കെ ദൈവം ചോദിച്ചോളും. എവിടെ? ദൈവത്തിന് പോലും അവളെ പേടിയാ. ഇതൊക്കെ എന്തിന്റെ തകരാറാണെന്ന് അറിയാമോ? മഹാകവി ഇട്ടു പിടിക്കുള്ള പാടിയ പോലെ